ആതിര മിസ് ആണ് കേട്ടോ. എടാ നിങ്ങൾ അറിഞ്ഞോ, നമ്മൾ പഠിച്ച് എല്ലാ പാഠങ്ങളും കംപ്ലീറ്റ് ചെയ്തു, എല്ലാ യൂണിറ്റും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താണുള്ളത്? ഇനി നമ്മുടെ മുന്നിൽ എന്താണുള്ളത്? യെസ്, എക്സാം ആണ്. എക്സാം. അപ്പൊ നമുക്ക് എക്സാം എങ്ങനെ എളുപ്പത്തിൽ എഴുതാന്നുള്ളതാണ് ഇന്ന് മിസ് പറയാൻ പോകുന്നത് കേട്ടോ. അതുപോലെ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് മിസ്സെ ഞങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് എന്നുള്ളത് വെച്ചാൽ മിസ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. എടാ നിങ്ങൾക്ക് അറിയോ നമുക്ക് 5 യൂണിറ്റ് ഉള്ളത് എന്നുള്ളത് അറിയോ? യെസ്, നമുക്ക് 5 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. അതിൽ എത്ര 15 പാഠഭാഗങ്ങളാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ളത്. 5 എവിടെ? 5 യൂണിറ്റും അതേപോലെ തന്നെ 15 പാഠഭാഗങ്ങളാണ് മക്കളെ നമുക്ക് പഠിക്കാനുള്ളത്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? യെസ്, ഇത്തിരി പൂവേ കുരുന്നു പൂവേ നമ്മുടെ 1ാമത്തെ യൂണിറ്റ് അല്ലേ? മണ്ണിന്റെ കിനാവുകൾ, കാട്ടിലെ മഴ, ഡേസി ചെടി എന്നിവയെല്ലാം ആ ഒരു യൂണിറ്റിലെ പാഠഭാഗങ്ങളാണ്. അടുത്ത യൂണിറ്റ് ഏതാടാ? ഒപ്പം ചിരിക്കാം, ഓർത്തു ചിരിക്കാം, വായുവില്ലാത്ത ലോകം, കടങ്കഥ, നീർനാഗം, നടന്ന് പിന്നെ പറന്ന്, ഇടുക്കിയുടെ താജ്മഹൽ, ഉയരങ്ങളിലേക്കൊരു യാത്ര, ഉണ്ണിയുടെ വിമാനയാത്ര, കുടയോളം ഭൂമി, മഴ ചാറുമ്പോൾ ഇതാ ഒരു മായാലോകം, ഡാലിയമ്മുമ്മയുടെ പുഴ, കടലോളം സ്നേഹം, എൻ്റെ അമ്മ, മരങ്ങളുടെ ഭാഷ, പട്ടം പറപ്പിക്കട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ യൂണിറ്റും അതേപോലെ തന്നെ നമ്മുടെ ചാപ്റ്റേഴ്സും അല്ലേ. ഇനി നമുക്ക് അതിൽ എന്തൊക്കെയാണ് എക്സാമിന് വരാന്നുള്ളതായിരിക്കും അല്ലേ. അത് ഏത് രീതിയിലായിരിക്കും വരാന്നൊക്കെ സംശയമായിരിക്കും അല്ലേ. നോക്കിക്കോ, പാഠസംഗ്രഹം ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓരോ പാഠഭാഗങ്ങളും എന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് എഴുത്തുകാരി. ആ പാഠഭാഗം ആരാണ് എഴുതിയതെന്ന് വെച്ചാൽ അവരെ കുറിച്ച് നന്നായിട്ട് ബോധവാന്മാരായിരിക്കണം. കഥാപാത്രങ്ങൾ, ഓരോ പാഠഭാഗത്തിൽ കഥാപാത്രങ്ങളില്ലേ, അവരെയൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, ആവശ്യം വരും. ചോദ്യങ്ങൾ ആൻഡ് ഉത്തരങ്ങൾ, അതേപോലെ തന്നെ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതേപോലെ ആ ചോദ്യങ്ങൾക്ക് മിസ് ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം അതൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക, മനസ്സിലാക്കി വെക്കുക, എക്സാമിന് ഉപകാരപ്രദമായിരിക്കും. ഇനി നമുക്ക് എക്സാമിന് ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും വരിക എന്നുള്ളത് എല്ലാവർക്കും സംശയമായിരിക്കും അല്ലേ. മക്കളെ ആരും സംശയപ്പെടേണ്ട ആവശ്യമില്ല, മിസ് പറഞ്ഞുതരാം. വിശകലനക്കുറിപ്പ് പഠിച്ചിരിക്കണം, പ്രതികരണക്കുറിപ്പ് പഠിച്ചിരിക്കണം, ഡയറി പഠിച്ചിരിക്കണം, സംഭാഷണം പഠിച്ചിരിക്കില്ലേ, താരതമ്യക്കുറിപ്പ് പഠിച്ചിരിക്കണം, അനുഭവക്കുറിപ്പ്, മുദ്രാഗീതം, കുറിപ്പ്, പ്രസംഗം, കത്ത്, യാത്രാനുഭവം, കടങ്കഥ. യെസ്, അപ്പം അത് എല്ലാതും കൂടെ ഒരുമിച്ചായി പോയതാണ് കത്ത്, യാത്രാനുഭവം, കടങ്കഥ. അങ്ങനെയാണ് കേട്ടോ. യെസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ അറിയുന്നുണ്ടോ ഇത് വല്ലതും? അപ്പം നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. നിങ്ങൾക്ക് എക്സാമിലേക്ക് നമുക്ക് നല്ല മാർക്കോടെ തന്നെ പാസ്സാവണം. എല്ലാവരോടും പറയണം, നമ്മുടെ എജുപോർട്ടിന്റെ ക്ലാസ് കണ്ടിട്ട്, ആതിര മിസ്സിന്റെ ക്ലാസ് കണ്ടിട്ട് നമ്മള് ജയിച്ചു എന്നുള്ളത് കേട്ടോ. ജയിച്ചു എന്നുള്ളത് മിസ് ഉണ്ടായതുകൊണ്ട് മാത്രമല്ല ജയിക്കുന്നത് അല്ലേ, നിങ്ങളും കൂടെ നന്നായിട്ടിരുന്ന് പഠിക്കുന്നതുകൊണ്ട് മാത്രമാണ് അല്ലേ. അപ്പൊ എന്തായാലും മിസ്സിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.